ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ കട്ടൻ കാസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാണ്. അപ്പോ കലണ്ടർ എന്ന വിഷയമാണ് നമ്മൾ ഈ ഒരു ഇസ്ലാമിക് ന്യൂ ഇയറുമായി അനുബന്ധപ്പെട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. കാലം, കലണ്ടർ, ഈ ഒരു തീം. കാലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മളൊരു നോർമൽ നമ്മുടെ ടിപ്പിക്കൽ ഏജിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് സമയം അറിയുക എന്നുള്ള ഒരു സംഭവം അപൂർവമായിരിക്കും. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മുതിർന്ന ചില ജോലിയുമായി വ്യാപൃതരാകുന്ന ആളുകൾക്ക് ചിലപ്പോൾ സമയം അറിയുന്നുണ്ടാകും, അവരുടെ തീയതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പല ആവശ്യങ്ങളുള്ളത് കാരണത്താൽ. ഇല്ലെങ്കിൽ കൃത്യമായി പത്രം വായിക്കുന്ന ബോധവാന്മാരായ കുട്ടികളും ഉണ്ടാകും. അപ്പൊ സമയം അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡേറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമായിട്ട് മാറേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠന സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാലത്ത് ആ ദിവസമൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും നമ്മളിത് കഴിഞ്ഞിട്ടൊരു പിന്നോട്ട് നോക്കുമ്പോ എന്താ പറയാ, ഒരുപാട് പെട്ടെന്ന് കഴിഞ്ഞു പോയപോലെ. ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ 7 വർഷം കഴിഞ്ഞത് ഇവിടെ വന്നിട്ട് കഴിഞ്ഞത് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. കാരണം 7 വർഷം എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പോയത്. നമുക്ക് കറണ്ടായിട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും 7 വർഷം കഴിഞ്ഞു പോയതെന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് പോയത്. 12 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ ആളുകളും പറയുക 12 വർഷം ഒരു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഫിലം ഹിൽ ബസർ എന്നൊക്കെ പറഞ്ഞ പോലെ തീർന്നു പോയ മുതലാണ് പലരും പറയാ. അതേസമയം എന്നോട് ഇത് ഏതാണ് വർഷം എന്ന് ചോദിച്ച കുട്ടികൾ വരെ സുഹൃത്തുക്കളായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ. അതും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മള് 12 വർഷം എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വളരെ വലുതായിട്ട് തോന്നിയെങ്കിലും ഇപ്പൊ നമ്മൾ പകുതി കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യമാണ്. മഹാവിസ്ഫോടനം മുതൽക്കേ, അഥവാ 13.7 ശതകോടി വർഷങ്ങൾക്ക് മുൻപേ സമയവും പിറന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടല്. പ്ലാറ്റോ പറഞ്ഞത് സമയത്തിന്, പ്രപഞ്ചത്തിനൊപ്പം തന്നെ സമയം ഉണ്ടായെന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. നമുക്ക് കാണുക അതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞതായിട്ട്. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിന് ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ അത് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സമയം ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെയും രണ്ട് രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് അഭിപ്രായത്തിൽ കാണാൻ സാധിക്കും. നമുക്കും തോന്നാറുണ്ട് അത് രണ്ടും രണ്ട് തരത്തിലാണ്, സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്ന്. ഒരു പ്രധാന സംഭവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദിവസത്തെ നിർവചിക്കുന്നതിനാണ് തീയതി എന്ന് പറയുക. പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു രാജാവിന്റെ തിരോധാനമോ അല്ലെങ്കിൽ ഒരു പ്രളയ സംഭവം, ഇതൊക്കെ കണക്ക് കൂട്ടി പൊതുവെ ഒരു രാജാവ് വന്നാൽ ഒരു പുതിയ കലണ്ടർ, ആ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത രാജാവിന്റെ പേരിൽ പുതിയ കലണ്ടർ, ഇങ്ങനെ തീയതി നിശ്ചയിച്ചിരുന്നു. ഈ കണക്ക് കൂട്ടൽ, തീയതികളുടെ കണക്ക് കൂട്ടലിനാണ് നമ്മൾ കലണ്ടർ എന്ന് പറയുക. ഒരു കലണ്ട എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമ്മൾ ഈ കലണ്ടർ എന്ന് വരുന്ന സാധനം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും സൗരവർഷ കലണ്ടർ, ചാന്ദ്രവർഷ കലണ്ടർ, ഈ 2 തരത്തിലുള്ള കലണ്ടറുകളാണ് 2 ഇനങ്ങളായിട്ടുള്ളത്. പണ്ട് സൺഡയൽ ക്ലോക്ക് ഉപയോഗിച്ചിരുന്നു. സൺഡയൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലും കാണാൻ സാധിക്കുന്ന പോലെ സൂര്യനിൽ നിന്നുള്ള നിഴല് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമയം കണ്ടെത്താനുള്ള ഒരു മാർഗമായിരുന്നു സൺഡയൽ ക്ലോക്ക്. മറ്റൊന്നായിരുന്നു കാൻഡിൽ ക്ലോക്ക്. കാൻഡിൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയിൽ കൃത്യമായ സമയങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കും. ആ അടയാളപ്പെടുത്തിയതനുസരിച്ച് ആ മെഴുകുതിരി കത്തിച്ച് മെഴുകുതിരി ഉരുകുന്നതനുസരിച്ച് സമയം കണ്ടെത്തുന്ന മറ്റൊരു രീതി. ഇതുപോലെ മായൻ കലണ്ടർ, റോമൻ കലണ്ടർ, ചൈനീസ് ക്ലോക്ക്, വാട്ടർ ക്ലോക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള സമയ രീതികൾ മുൻപ് അവശേഷിച്ചിരുന്നു. ചൈനീസ് കലണ്ടർ എന്ന് പറയുമ്പോൾ ഒരു വ്യാഴവട്ടക്കാല കലണ്ടറാണ്. അതായത് 12 മാസങ്ങൾക്കും ഓരോ മൃഗങ്ങളുടെ പേര് അടിസ്ഥാനപ്പെടുത്തിയിട്ട് 12 മാസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കലണ്ടറാണ്. അതുപോലെ തന്നെ അതിനകത്ത് വർഷം കണക്കാക്കുന്നത് സൂര്യാടിസ്ഥാനത്തിലും മാസം കണക്കാക്കുന്നത് ചന്ദ്രാടിസ്ഥാനത്തിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഔദ്യോഗിക കലണ്ടറായിട്ട് ഇപ്പൊ നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടർ ലോകത്ത് യൂസിങ്ങിൽ കൂടിയും നമ്മുടെ ചൈനീസ് കലണ്ടർ എന്താണ് ഇപ്പോഴും ചില ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ടുള്ള റീമസും റോമലിസും നിർമ്മിച്ച ഒരു കലണ്ടറാണ് റോമ കലണ്ടർ എന്നുള്ളത്. അതായത് റോമൻ ദൈവങ്ങളായിട്ടുള്ള 10 പേരുടെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ട് ആദ്യം 10 മാസങ്ങൾ വെച്ച് നിർമ്മിച്ച ഒരു കലണ്ടറായിരുന്നു. പിന്നീട് 738 ആ കലണ്ടർ നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ കലണ്ടർ പിന്നീട് 35 വർഷങ്ങൾക്ക് ശേഷം ന്യൂമ രാജാവ് ഭരണത്തിൽ കയറിയ ശേഷം 12 മാസങ്ങളായിട്ട് പരിഷ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നിലവില് ഇപ്പൊ ലോകത്തെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കലണ്ടറുകളാണ് ഒന്ന് ഹിജിരി കലണ്ടറും അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടറും. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിജിരി കലണ്ടറുകളാണ്, അവരുടെ മാസാടിസ്ഥാനങ്ങളും ഒക്കെ കണക്കാക്കിക്കൊണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ തന്നെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് ശരിയാണ്, പൊതുധാരണ നിലവിലുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഗ്രിഗറി 13-ാമനാണ് ഗ്രിഗോറിയൻ കലണ്ടർ കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന കലണ്ടർ ഉണ്ട്. ഈ ജൂലിയൻ കലണ്ടർ
മാറ്റിയിട്ടാണ്, അതിൽ നിന്നാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉത്ഭവിക്കുന്നത്. ജൂലിയൻ കലണ്ടറിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. അതിൽ അതിവർഷങ്ങളും അതിദിനങ്ങളും, അതായത് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്ന ആഡ് ചെയ്ത് കൊടുക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കൃത്യത ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം ഗ്രിഗോറി കൊണ്ടുവന്ന കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കലണ്ടർ. പിന്നെ നമ്മൾ ഭൂമി ഒരു ദിവസം മുഴുവനായിട്ട് സ്വയം കറങ്ങുന്നതിന് നമ്മൾ റൊട്ടേഷനും സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്നതിന് നമ്മൾ റെവല്യൂഷൻ എന്നുമാണ് നമ്മൾ ബേസിക് സയൻസിലൊക്കെ പഠിക്കുന്നതായിട്ട് അങ്ങനെ പറയാം. ഈ ഒരു റൊട്ടേഷൻ ആണ്, അഥവാ ഒരു രേഖാംശയിൽ നിന്ന് അതേ രേഖാംശയിൽ സൂര്യൻ എത്തുന്നവരെ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ ഒരു സൗരദിനം ഉണ്ടാവും. ഇങ്ങനെ 30 സൗരദിനമാണ് ഏകദേശം ശരാശരി. 30 സൗരദിനമാണ് ഒരു സൗരമാസം. അപ്പൊ സൂര്യനെ ചുറ്റുന്ന 365 ദിവസങ്ങളുടെ 12-1 ഒരു മാസം, ഒരു സൗരമാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അല്ല, കൃത്യമായിട്ട് അങ്ങനെയല്ല. അപ്പൊ ചന്ദ്രവർഷ കലണ്ടർ, പക്ഷെ ചന്ദ്രവർഷത്തിൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഒരു പൂർണ്ണ ഭ്രമണമാണ് ഒരു ചന്ദ്രമാസം എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. 354 ദിവസങ്ങളാണ് ഒരു ചാന്ദ്രവർഷത്തിൽ ഉണ്ടാവുക. നമ്മൾ ഒരു അമാവാസി മുതൽ മറ്റേ അമാവാസി എന്ന് പറയുന്നത് പോലെ 29.5 ദിവസങ്ങൾ ഏകദേശം ഒരു മാസത്തിൽ ചന്ദ്രവർഷത്തിൽ. അറബികൾ എത്രയോ മുന്നേ തന്നെ മറ്റേ ചാന്ദ്രവർഷ കലണ്ടർ ഉപയോഗിക്കാൻ സാധിക്കും. അലക്സാണ്ടർ എന്നുള്ള ആള് അദ്ദേഹത്തിന്റെ റൂൾസ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ ഒരു വാദം ഉയർത്തുന്നുണ്ട്. അതായത് ശിലായുഗത്തിൽ തന്നെ, സ്റ്റോണേജിൽ തന്നെ ചാന്ദ്രിക വർഷ കലണ്ടർ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം 1960 കോങ്കോയിൽ നിന്ന് കണ്ടെടുത്തപ്പെട്ട എല്ലിൽ കോറിയിട്ട ചില വരകൾ വച്ചിട്ടാണ് അദ്ദേഹം ഇത് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളാണ് മൈക്കിൾ റാപ്പൻല്യൂക്ക് എന്ന് പറഞ്ഞൊരു ഗവേഷകൻ. അദ്ദേഹം 17,000 വർഷം പഴക്കമുള്ള ഒരു പെയിന്റിങ്സ് വെച്ചിട്ട് ഇത് ചാന്ദ്രിക വർഷ കലണ്ടർ ആണെന്ന് വിശ്വസിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചാന്ദ്രിക വർഷ കലണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നാണ് തോന്നുന്നു. സ്കോട്ട്ലൻഡിലെ വാറൻഫീൽഡിൽ നിന്ന് കണ്ടെത്തപ്പെട്ട 18,000 BC-യിലെ ഒരു പെയിന്റിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അറബികൾ ചാന്ദ്രവർഷ കലണ്ടർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് ഹിജറ കലണ്ടർ എത്തുന്നതിന് മുൻപ് അതിന്റെ BC 7-ാം നൂറ്റാണ്ട് വരെ അത് ആനക്കലഹ സംഭവം അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആനക്കലഹ സംഭവം എല്ലാവർക്കും അറിയാം. AD 571 അബ്രഹത്ത് ബിൻ അശ്രം എന്ന് പറയുന്ന ആള് തന്റെ ആനപ്പടയുമായി മഹ്മൂദ് എന്ന ആനയുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് കാബ പൊളിക്കാനായി കടന്നു വരികയും, എന്നാൽ അള്ളാഹു താല പ്രവാചകനെ സൂറത്തുൽ ഫീലിൽ പ്രതിപാദിക്കുന്നത് പോലെ അബാബിൽ പക്ഷികളുടെ ആ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് ആ സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇത് ബേസ് ചെയ്തായിരുന്നു കലണ്ടർ അവരുടെ ശരിയാവുന്നത്. എന്നാൽ മാസങ്ങൾ കറക്റ്റ് ആയിരുന്നു. മുഹറം, സഫർ എല്ലാ മാസവും കൃത്യമായിട്ട് അറബികൾ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വരുന്നു. പ്രവാചക കാലത്തും ശ്രേഷ്ഠമാക്കപ്പെട്ട വിശിഷ്ടമായ മാസങ്ങളൊക്കെ കൃത്യമായി തുടർന്നു പോന്നിരുന്നു. എന്നാൽ ഈ ഹിജ്രി കലണ്ടർ എന്നുള്ളത് ഹിജ്റക്ക് 17 വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ കയറി 4 വർഷത്തിന് ശേഷമാണ് ഒരു ജമാദുൽ ആഖിർ 20-ന് ബുധനാഴ്ച അവരെന്ത് ചെയ്യുന്നത്, ഹിജ്രി കലണ്ടർ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഹിജ്രി കലണ്ടറിന്റെ ഒരു തുടക്കം എന്നുള്ളത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കത്തയക്കാണ്. ഞങ്ങൾക്ക് ഖലീഫയിൽ നിന്ന് ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്, പക്ഷെ ഇത് ഈ ഷാബാനിൽ നിന്നുള്ളതാണോ അതോ കഴിഞ്ഞ ഷാബാനിലെ ആണോ എന്ന് ഞങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പരാതി പറയുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു കലണ്ടർ വേണം എന്ന് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി. ഒരു എക്സ് ജ്യൂ ആയ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അലക്സാണ്ടർ രാജാവിന്റെ അദ്ദേഹത്തിന്റെ രാജഭരണവുമായി ബന്ധപ്പെട്ടൊരു കലണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അലക്സാണ്ടർ രാജാവിന്റെ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തേക്ക് പിന്നോട്ട് പോയാലാണ് ആ കലണ്ടർ അത് ഇഷ്ടപ്പെടുത്താൻ സാധിക്കുന്നുള്ളത് കൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു. പിന്നെയും കുറെ അഭിപ്രായങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകത്വം, പക്ഷെ ഇതൊന്നും കൃത്യമായ ഈ ദിവസങ്ങളിൽ കൃത്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്രവാചകന്റേത് റമളാനാണ് എന്നൊരു അഭിപ്രായം, മുഹറത്തിനാണ് എന്നൊരു അഭിപ്രായം, അങ്ങനെ അഭിപ്രായങ്ങളുണ്ട് പ്രവാചകത്വത്തിന്റെയും. എന്നാൽ ഹിജ്റ എന്നുള്ളത് കൃത്യമായി അറിയപ്പെട്ട ദിവസമായിരുന്നു. പോരാ തന്നെ ഹിജ്റയിലായിരുന്നു മുസ്ലിമീങ്ങളുടെ വിജയത്തുടക്കം ഉണ്ടാകുന്നത്. ഇസ്ലാമിക നാഗരികത പടർന്നു പന്തലിക്കുന്നതെല്ലാം. അപ്പോ വഫാത്തും കൃത്യമായ ദിവസം ഉണ്ടെങ്കിലും വഫാത്ത് ഒരു ദുഃഖകരമായ ദിവസമായതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാതെ ഹിജ്റയിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് പിന്നീട് കണക്ക് കൂട്ടലുകൾ ഉണ്ടാകുന്നത്. ഹിജ്റ മാസം തുടങ്ങുന്നത് ഒരു വ്യാഴാഴ്ചയാണ് എന്ന് ഏകദേശം പറയപ്പെടുന്നുണ്ടെങ്കിലും ജ്യോതിശാസ്ത്ര പ്രകാരം അതൊരു വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഭാഷയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ AH കാണും. അപ്പൊ നമ്മള് AC എന്നുള്ളത് ആഫ്റ്റർ ക്രിസ്റ്റ് ആയിട്ട് കരുതുന്നത് പോലെ ആഫ്റ്റർ ഹിജ്റ എന്ന് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നോ ഹിജ്റ എന്ന ലാറ്റിൻ പദം ആണ് സത്യത്തിൽ അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇതുപോലെ
ഹിജറ നടക്കുന്നത് AD 622 സെപ്റ്റംബർ 13-നാണ് ഹിജറ നടക്കുന്നത്. പക്ഷെ ഹിജറ വർഷ കലണ്ടർ തുടങ്ങുന്നത് അന്ന് അതേ വർഷം AD 622 മുഹറം എന്നുള്ളത് ജൂലൈ 13-നാണ്. അപ്പൊ നമ്മുടെ ഹിജറ നടന്നതിന് തൊട്ട് മുൻപുള്ള മുഹറത്തിൽ നിന്നാണ് ഹിജറ കലണ്ടർ തുടങ്ങിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ ഓരോ വർഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതായത് ഓരോ സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ വർഷങ്ങളെ കണക്കാക്കുന്ന രീതി മദീനയിൽ നേരത്തെ നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് എടുത്തു കളയപ്പെട്ടിനും കൂടിയും നിലനിന്നത് കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞ് വന്ന ഫസ്റ്റ് വർഷം തന്നെ യാത്രാ വർഷമായിട്ടും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു നിശ്ചിത വർഷം യുദ്ധസമ്മത വർഷമായിട്ടും, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു നിശ്ചിത വർഷം പരീക്ഷണ വർഷമായിട്ടും പിന്നീട് ഈ സമ്പ്രദായം പാടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുവൈത്ത്, അതുപോലെ തന്നെ സൗദി അറേബ്യ, യമൻ പോലത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഈ ഹിജറ കലണ്ടർ ഇപ്പോഴും ഔദ്യോഗിക കലണ്ടറായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. എങ്കിൽ കൂടിയും ലോകമൊട്ടാകെ മുസ്ലിങ്ങൾ ഔദ്യോഗിക കലണ്ടർ അല്ലാതെയും ഈ കലണ്ടറിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് എന്താ പറയാ, അവരുടെ സൈഡായിട്ടുള്ള കാരണം അവരുടെ ഇസ്രാ മിറാജ് തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, നോമ്പ്, പെരുന്നാള്, ഹജ്ജ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഹിജറ കലണ്ടർ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ 12 മാസങ്ങളാണ് ഹിജറ കലണ്ടർ വരുന്നത്. അതായത് അള്ളാഹു താല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അള്ളാഹു താല ഭുവനവാനങ്ങളെ പടച്ചത് മുതൽ തന്നെ 12 മാസങ്ങളാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഈ നമ്മുടെ ഹിജറ വർഷം വരുന്നതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ 29 കഴിഞ്ഞ് 30-ന്റെ തലേന്ന് രാത്രി നമ്മൾ നിലാവ് കാണുമ്പോൾ പിറ്റേ ദിവസം അടുത്ത മാസത്തിന്റെ 1-ാം തീയതി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 30 പൂർത്തിയായാൽ ആ ഒരു മാസം മുഴുവൻ കഴിഞ്ഞിട്ട് അടുത്ത 1-ാം തീയതി ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ബുറാ മുസ്ലിങ്ങളെ പോലുള്ള, ദാവൂദ് ബുറാ മുസ്ലിങ്ങളെ പോലുള്ള, ഷിയ മുസ്ലിങ്ങളെ പോലുള്ള ആൾക്കാർ ഇതൊക്കെ കൃത്യമായിക്കൊണ്ട്, അതായത് ഇരട്ട മാസങ്ങൾ 30 ആയിക്കൊണ്ടും ഒറ്റ മാസങ്ങൾ 29 ആയിട്ടും കണക്കാക്കി ക്ലിപ്തമാക്കി അവര് കൈകടത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിജറ മാസങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും സൂര്യാസ്തമയത്തോടെയാണ്. നമ്മള് പൊതുവേ അതൊരു തെറ്റിദ്ധാരണ. ഇന്നിപ്പോ മുഹറം 1, ഇന്നലെ പറയും ഇന്നലെ മുഹറം 1 അപ്പോൾ ചിലർ ചോദിക്കും ഇന്ന് മുഹറം 1 ഒരു സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെയാണ്. നമ്മൾ 12 AM to PM എന്ന രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ്. ഹിബ്രു കലണ്ടർ, ബഹായി കലണ്ടർ ഒക്കെ അതേ രൂപത്തിൽ തന്നെ സൂര്യാസ്തമയ പ്രകാരം ഉള്ളതാണ്. പിന്നെ ഉള്ളതാണ് ദിവസങ്ങൾ. ഞായറാഴ്ചയാണ് ലോകത്തിലെ ആദ്യത്തെ ദിവസം. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലും ആദ്യത്തെ ദിവസം ഞായറാഴ്ച തന്നെയാണ്. ഞായർ നല്ല ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതില് ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്, നക്ഷത്രാദികൾ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഞായറാഴ്ച തന്നെയാണെന്നാണ് ഇസ്ലാമിക വീക്ഷണത്തിലുള്ളത്. നമ്മള് 6 ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികൾ, ഭുവനവാനങ്ങൾ 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോൾ തഫ്സീറുൽ ജലാലൈനിയുടെ ഹാഷിയ തുസാവി നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണ് എന്ന് കാണാൻ സാധിക്കും. 2 ദിവസം ഭൂമി, ആകാശം, അതിന്റെ ഇടയിലുള്ളത് എന്നിങ്ങനെ 6 ദിവസമായിട്ടാണ് മൊത്തത്തിൽ വരുന്നത്. ഞായറാഴ്ച അങ്ങനെ ഒരു ലോകത്തിലെ ആദ്യ ദിവസം എന്നതൊപ്പം ഇസ്ലാമിന്റെ ആദ്യ ദിവസമായിട്ട് വരുന്നത്. ഞായറാഴ്ച ക്രിസ്ത്യൻസിന് പെരുന്നാളായിട്ടാണ് വരുന്നത്. പിന്നെ ഒന്നുള്ളത് തിങ്കളാഴ്ച നല്ലൊരു ദിവസമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് കച്ചവടത്തിന്റെയും യാത്രയുടെയും ദിവസമാണ് എന്നാണ് സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് നബിതങ്ങളുടെ ഹദീസുകളില്. കാരണം ഷീസ് നബി അലൈഹി സ്വലാം കച്ചവടം നടത്തി വലിയ ലാഭമുണ്ടായ ഒരു ദിവസം എന്ന് ഈ തിങ്കളാഴ്ചയെ പറ്റി പറയുന്നുണ്ട്. ഈ തിങ്കളാഴ്ച മൂൺസ് ഡേ, തിങ്കളാഴ്ച എന്ന് പറയുന്നത് മൂൺസ് ഡേ എന്നാണ്. ഈ സൺഡേ എന്നുള്ളത് സൺസ് ഡേ എന്ന് തന്നെയാണ്. ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ്. അത് ഈ ലാറ്റിൻ പദത്തിൽ നിന്റെ വിവർത്തനമായി ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് സൺസ് ഡേ, അതുപോലെ മൂൺസ് ഡേ എന്നൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു ദിവസം ചൊവ്വ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ഡേ എന്ന് പറയാം സാധിക്കും. ഒരുപാട് ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ പ്രധാന വ്യക്തികൾ വധിക്കപ്പെട്ട ദിവസമാണെന്ന് പറയാം. അതിൽ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാമും യഹ്യ നബി അലൈഹി സ്വലാമും ഒക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് മരത്തിന്റെ ഇടയിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഹാബീലിനെ കാബീല് കൊല്ലുന്ന ദിവസം. ഇതിനു പുറമെ ഹവ്വാ ബീവിക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നതും ഈ സമയത്ത് തന്നെയാണ്. ഒരു ചോരക്കളിയാണ് ട്യൂസ്ഡേ എന്ന് പറയാം. ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ട്യൂ എന്ന ദൈവത്തിന്റെ ദിവസമായിട്ട് റോമൻ ചരിത്രത്തിൽ നിന്ന് വന്നതാണ് ഈ സാധനമല്ലോ. നമ്മൾ പറഞ്ഞ പോലെ ജൂലിയനിൽ നിന്ന് ഗ്രിഗോറിയനിലേക്ക് വരുമ്പോൾ അപ്പോൾ ദിവസങ്ങളുടെ പേര്, അതേപോലെ മാസങ്ങളുടെ പേരും അങ്ങനെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. വെനസ്ഡേ ഒരു ഡാർക്ക് ദിവസമാണ് ബുധനാഴ്ച എന്നുള്ളത്. ഒരു നെക്സ് സാധാരണമായിട്ട് ഉണ്ടാകാം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സമൂഹമൊക്കെ അതാവുണ്ടായി നശിച്ചുപോയ ഒരു സമയമാണ് ഈ ബുധനാഴ്ച. നമ്രൂദും കാറൂനൊക്കെ
അവരൊക്കെ വധിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടുകൊണ്ടും പിന്നെ കൊതുകിനെ കൊണ്ടാണ് നമ്രൂദ് വധിക്കപ്പെടുന്നത്. ഈ ദിവസം ഇതൊക്കെ ഉണ്ടായതും ഈ ബുധനാഴ്ച തന്നെയാണ്. വെനസ്ഡേ എന്ന് പറയുമ്പോൾ വോർഡൻസ് ഡേ എന്നാണ് പറയുക. വോർഡന്റെ ദിവസം. വേടൻ വേടനല്ല, വോർഡൻസ് ഡേ എന്നാണ് പറയുക. Warden's വോർഡൻ Day. എന്നുള്ളതും അവരുടെ ദൈവമായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച നബിതങ്ങൾ നമ്മൾ തിങ്കളും വ്യാഴവും പ്രത്യേകമായി സുന്നത്ത് നോമ്പെടുക്കൽ നല്ലൊരു ദിവസം, അങ്ങനെ ഒരു ദിവസമാണ്. അപ്പൊ ഈ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ തോർസ് ഡേ എന്നാണ്. തോർ എന്ന റോമൻ രാജാവ്, ഈ റോമൻ ദൈവം എന്നാണ്. തോർ എന്ന് പറയുന്നത് ഒരു കിങ് ഓഫ് തണ്ടർ ആണെന്നുള്ള ഇതിലാണ് ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ കിടക്കണ്ടാവുക. അതാണ് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. തേഴ്സ്ഡേയില് നമ്മുടെ ഇസ്ലാമിക വീക്ഷണ പ്രകാരം നല്ലൊരു ദിവസമായിട്ടാണ് നോമ്പെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ രാജാവ് എന്നാണ് നമ്മുടെ ഇസ്ലാമിക് ഇതില് അത് സ്ഥിരപ്പെട്ടിട്ടുള്ള അങ്ങനെ തന്നെയാണ്. നല്ലൊരു ദിവസമാണ്. യൗമുൽ ജുമാ എന്ന് പറയുന്നത് ഒന്നുകിൽ ആദം നബിയും ഹവ്വാ ബീവിയും ഒരുമിച്ച് കൂടിയ ദിവസമാണ് എന്ന് പറയാം. ഇല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് യൗമുൽ ജുമാ എന്നാണ്. ജുമാന്റെ അർത്ഥം തന്നെ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. അതുപോലെ വിവാഹം കഴിക്കലൊക്കെ ദിവസം സുന്നത്ത്, വെള്ളിയാഴ്ച വിവാഹം കഴിക്കലാണ് സുന്നത്ത് എന്നുള്ളത്. അത് പൊതുവെ നമ്മുടെ നാട്ടുകളിൽ ചിലപ്പോൾ ആ ബേസിൽ പോകുന്നത് വളരെ അപൂർവമായിരിക്കും. നബിതങ്ങളുടെ പല ആയിഷ ബീവിയായിട്ടും ഖദീജ ബീവിയായിട്ടുള്ള വിവാഹങ്ങൾ, ഒരുപാട് പ്രവാചകന്മാരുടെ വിവാഹം നടന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയം. ഇബ്രാഹിം നബി ഹാജറ ബീവി കിട്ടിയത് അന്നല്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിവാഹം നടന്ന ഒരു നല്ലൊരു ദിവസമായിട്ട് സാറ്റർഡേ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച സാറ്റേൺസ് ഡേ, ട്യൂസ്ഡേ, സൺഡേ, സൺഡേ, മൂൺസ്ഡേ എന്നൊക്കെ പറഞ്ഞാൽ സാറ്റേൺസ് ഡേ എന്ന് പറയുന്ന രൂപത്തിലാണ് ശനിയാഴ്ച വന്നിട്ടുള്ളത് സാധിക്കുക. അപ്പൊ നമ്മള് ഹിജ്റ വർഷത്തിലേക്ക് നമുക്കൊന്നുകൂടി മടങ്ങി വരാം. ഇപ്പൊ നമ്മള് 1447 ഹിജ്റ വർഷത്തിലെ മുഹറത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ മാസങ്ങളില് അല്ലുള്ള ഒരേ ഒരു മാസം മുഹറം മാസമാണ്. അൽ മുഹറം, ഷഹറുല്ലാഹിൽ മുഹറം. ബാക്കി മാസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയില്ല. റജബിലോ ഷാബാനിലോ റമദാനിലോ ഷവ്വാലോ, അതേപോലെ ദുൽഖഅദ, ദുൽഹിജ്ജ, ജമാദൈനി, റബീഅൈനി, ഇതിലൊന്നും ആരംഭത്തിൽ അലിഫ് കാണാൻ സാധില്ല. അൽ മുഹറം എന്നുള്ളത് ഈ ഒരു മാസത്തിന്റെ മാത്രം പ്രത്യേകത. തഹരീം എന്ന പദത്തിന്റെ കർമ്മിണി പ്രയോഗമാണ് മുഹറം എന്നുള്ളത്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആയിട്ടുള്ളത്. അതായത് അപ്പൊ അതിന് അൽ മുഹറം എന്ന് ചേർത്ത് വരുമ്പോഴാണ് അതൊരു സ്പെസിഫൈഡ് പേരായിട്ട് വരുന്നത്. വിലക്കപ്പെട്ടത്. അത് തന്നെ തഹരീം, അതായത് ഫോർബിഡൻ എന്നുള്ള അർത്ഥം. ഇസ്ലാമിന് മുമ്പ് തന്നെ അറബികള് മുഹറം മാസത്തിൽ യുദ്ധം നിഷിദ്ധമാക്കിയിരുന്നു. അത് ജാഹിലിയ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ സഫറിനെയും മുഹറമിനെയും അവര് സഫറൈനി എന്നാണ് വിളിച്ചിരുന്നത്, 2 മാസവും ഒരുമിച്ച് ചേർത്ത്. ഇവിടെ അറബികൾ ചെയ്തൊരു ഉടായ്പ ഉണ്ടായിരുന്നു. സഫറൈനി എന്ന് പറയുമ്പോൾ ഈ വർഷം മുഹറത്തിൽ യുദ്ധം നിഷിദ്ധമാക്കുകയും സഫറിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അടുത്ത വർഷം മുഹറത്തിൽ യുദ്ധം ചെയ്തു സഫറിൽ യുദ്ധം നിഷിദ്ധമാക്കുന്ന ഒരു കൈകടത്തൽ ഉണ്ടായിരുന്നു. അത് ഇസ്ലാം വന്നതിന് ശേഷം കർശനമായി തന്നെ ഇസ്ലാം അത് വിലക്കുകയും അൽ മുഅ്തമർ എന്ന് ആദ്യ മുഹറത്തിന് പേര് വന്നു. പിന്നെ അത് അൽ മുഹറം എന്ന സ്വതന്ത്രമായ പേര് വരികയും ചെയ്തു. ഇതായിരുന്നു ഇസ്ലാമിന്റെ നിഷ്കർഷണം. മുഹറം മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറുല്ലാഹിൽ മുഹറം എന്ന് ചേർത്തിട്ട് അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് മുഹറത്തിനെ പറഞ്ഞിട്ടുള്ളത്. കാരണം ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് അങ്ങനെ അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് നാമകരണം ചെയ്തിട്ടുള്ളത്. അതായത് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, അവരെയൊക്കെ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരിക്കൽ ഇബ്നു ഹജർ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട്, മുഹറത്തിലെ ആദ്യ 10 നോമ്പ് എടുക്കല് ദുൽഹിജ്ജയിലെ 9 നോമ്പ് എടുക്കുന്ന പോലെ തന്നെ സുന്നത്താണോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യത്തെ 10 എന്നല്ല, ആ മാസം മൊത്തം നോമ്പ് എടുക്കുക എന്നെ സുന്നത്താണെന്നുള്ള ഒരു അഭിപ്രായം ഹദീസിന്റെ തെളിവോടെ അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ആശുറ ആയിരുന്നു നോറ്റുകിട്ടിയിരുന്നത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആശുറ മുഹറം 10 നോമ്പെടുത്ത ഒരു ചര്യ ഉണ്ടായിരുന്നു. അപ്പോൾ യഹൂദികളും ജൂതന്മാർ ആ സമയത്ത് നോൻപെടുത്തിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലഇൻ ബഖീതു ഇലൽ ഖാബിലി ലഅസൂമന്ന താസിഅ എന്നായിരുന്നു. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 ദുൽഹിജ്ജ 9 ഞാൻ നോമ്പെടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അടുത്ത വർഷം നബിതങ്ങള് ജീവിക്കാതിരിക്കുകയും വഫാത്താവുകയും ചെയ്തിരുന്നത്. മറ്റൊരു ഹദീസില് ദുൽഹിജ്ജ 9-നും 10-നും മുൻപും ശേഷവും എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ അശുറാന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തോട് ചേർത്താണ് അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മേലിൽ നങ്കൂരം ഇട്ട് അതിനുശേഷം അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് ശുക്രൻ നിലക്ക് നോമ്പ് നോമ്പ് എടുത്തു. എടുത്തിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വിശപ്പ് അനുഭവപ്പെട്ട സമയത്ത് തന്റെ അനുയായികളോട് കുറച്ച് പേരോട് ഭക്ഷണം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അങ്ങനെ അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളെ കൊണ്ടുവന്ന ശേഷം 8 ഇനാമ് ഇനാമ് ധാന്യം ധാന്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്രയും ഭക്ഷണം കൊടുത്തിട്ട് അതെല്ലാം പാകം ചെയ്ത് അവരെല്ലാവരും കൂടി ഭക്ഷിച്ച് അതിനോട് ചേർത്തുകൊണ്ട് അന്നേ ദിവസം പാവപ്പെട്ടവരെ ഭക്ഷണം നൽകി സൽക്കരിക്കൽ എന്തൊരു സുന്നത്തായിപ്പെട്ട ഒരു കാര്യമായിട്ട് കൂലിയുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഒരുപാട് സുന്നത്തുകളുള്ള മാസമാണ്. കുടുംബക്കാരെ നമ്മുടെ ബന്ധുക്കളെ സന്ദർശിക്കല്, പണ്ഡിതന്മാരെ സന്ദർശിക്കല്, കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ഭക്ഷണം നൽകലും ചെലവ് കൊടുക്കലൊക്കെ ഇതൊക്കെ പ്രത്യേക സുന്നത്താക്കപ്പെട്ട ഒരു മാസമാണ്. അതുപോലെ അനാഥയുടെ തല തടവലും സുന്നത്താണ്. പ്രവാചകൻ ഹദീസിലൂടെ പറഞ്ഞത്, ഒരാൾ ഒരു അനാഥയുടെ തല തടവിയാൽ ആ അനാഥയുടെ തലമുടി നാരിന്റെ എണ്ണത്തിനനുസരിച്ച് സ്വർഗത്തില് അദ്ദേഹത്തിന്റെ പദവി അള്ളാഹു താല ഉയർത്തി കൊടുക്കുമെന്നാണ് മുഹറം മാസത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്. മുഹറം മാസത്തിൽ തന്നെയാണ് അള്ളാഹു താല ഭൂമിയെ സൃഷ്ടിച്ചത്. ഖിയാമത്ത് നാൾ, അന്ത്യനാൾ സംഭവിക്കുന്നതും അന്ന് തന്നെയാണ്. അതുപോലെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത്, മലക്കുകളെ സൃഷ്ടിച്ചത്, ആദം നബി അലൈഹി സ്വലാമിനെ കുറ്റവിമുക്തനാക്കിയത്, ഒരുപാട് പ്രവാചകന്മാരുടെ ജനനം, ഇതൊക്കെ സംഭവിച്ചത് മുഹറം മാസത്തിൽ തന്നെയാണ്. അതെ, അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രോഗം ഭേദമാവുകയും യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കുകയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കപ്പല് ജൂതി പർവ്വതത്തിന്റെ മേലിൽ നങ്കൂരം ഇടുകയും ചെയ്തു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുകയും അദ്ദേഹത്തിന്റെ മറ്റേ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഷെയ്ഖ് ജിയാരുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ പ്രവാചകൻ ജനിച്ചതും ഈ ദിവസത്തിലാണെന്നുള്ള അഭിപ്രായം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ഒരുപാട് മേഖലകൾ സ്പർശിച്ചു. നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരുപാട് മേഖലകൾ ഉണ്ടാകും. അത് കാണികള് കമന്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാലത്തെ പഠിക്കാറുണ്ട്. ജാഹിലിയ കാലത്ത് യാ ഹൈബത്തൽ ദഹരി എന്നാണ് പറഞ്ഞത്. യാ ഹൈബത്തൽ ദഹർ എന്ന്, ഇതെന്തൊരു കോലം കെട്ട കാലമാണ്, കാലമോശം എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു, കാലത്തെ ഒരിക്കലും പഴി പറയാൻ പാടില്ല. ഇമാം ഷാഫി തങ്ങള് ബൈത്തിലൂടെ പാടുന്നത് അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ കാലത്തെ പഠിക്കുന്നു. എല്ലാ പഠിക്കാനുള്ള എല്ലാ ന്യൂനതകളും കാലത്തെ പഠിക്കുന്നു. എല്ലാ പ്രശ്നവും നമ്മൾ ഒരു കാലത്തിന്റെ മേൽ കെട്ടിവെക്കുകയാണോ എന്നൊരു ബൈത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ കാലസഞ്ചാരവും കാലത്തെ മറികടന്നുള്ളൊരു ദൂരവീക്ഷണമുള്ള ഒരു വേഗ സഞ്ചാരവും നടന്നാലേ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് നമുക്ക് ഒരുപാട് വിജയങ്ങള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും.